ഹായ് എവരിവൺ, ഇറ്റ്സ് മീ നിഹാല. അപ്പോൾ ഞാൻ ഇന്ന് കൊവൻട്രി സിറ്റി സെന്ററിൽ പോയായിരുന്നു. അപ്പോൾ ഞാനൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, സ്റ്റോപ്പ് ആൻഡ് ഷോപ്പ് എന്ന് പറഞ്ഞൊരു കുറച്ച് ഇമ്പോർട്ടഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഐസ്ക്രീം കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് വാങ്ങിയിട്ടും ജസ്റ്റ് റിവ്യൂ ചെയ്തേക്കാം. അപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നിക്കേഴ്സ്, ബൗണ്ടി, ഫെറാറോ റോഷർ, പിന്നെ റാഫെല്ലോ, മാർസ്, ഇതൊക്കെയായിരുന്നു വാങ്ങിയത്. ഞാൻ ആദ്യം കഴിച്ചു നോക്കിയത് സ്നിക്കേഴ്സിന്റെ ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ അതിന്റെ പുറത്ത് നമ്മൾ സ്നിക്കേഴ്സിന്റെ ചോക്ലേറ്റ് പോലെ തന്നെ പുറത്തൊക്കെ കുറേ നട്ട്സും പിന്നെ ഉള്ളിലോട്ട് കാരമലും പിന്നെ നോഗ ഫ്ലേവറിലായിരുന്നു ഐസ്ക്രീം ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടി. അടുത്ത ഐസ്ക്രീം ഞാൻ ഏതാ ടേസ്റ്റ് നോക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറാറോ റോഷറാണ്. ഫെറാറോ റോഷറിന്റെ ഐസ്ക്രീം കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത് പുറത്ത് ലെയർ വന്നിട്ട് നമ്മൾ നോർമൽ ഫെറാറോ റോഷറിന്റെ ആ ചോക്ലേറ്റിന്റെ ഫ്ലേവർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു നട്ടി ഫ്ലേവർ ഒക്കെ ആയിട്ടുള്ള ഉള്ളിലും ഐസ്ക്രീമും അതേപോലെ തന്നെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫെറാറോ റോഷറിന്റെ ചോക്ലേറ്റ് ഐസ്ക്രീം. പിന്നെ അടുത്ത ഞാൻ ടേസ്റ്റ് നോക്കാൻ പോകുന്നത് ഒറിയോന്റെ ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഒറിയോ ബിസ്ക്കറ്റ് ഒരു പുതിർത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, കുറച്ച് സോഫ്റ്റ് ആയിട്ട് അങ്ങനെയാണ് ഔട്ടർ ലെയർ ഉണ്ടായിരുന്നത്. ഉള്ളിൽ എന്താ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുക്കി ആൻഡ് ക്രീം ഐസ്ക്രീം ഫ്ലേവർ ആയിരുന്നു കേട്ടോ. മൊത്തത്തിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലോട്ടസ് ബിസ്കോഫിന്റെ ഐസ്ക്രീമാണ്. ലോട്ടസ് ബിസ്കോഫിന്റെ ബിസ്ക്കറ്റ് ഇല്ലേ, അതൊരു ഐസ്ക്രീം ആക്കി എങ്ങനെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന ഒരു ടേസ്റ്റ് ഇല്ല, അങ്ങനെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും പറഞ്ഞതിനുള്ളത്. അതുപോലെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ഒരു ഹാർഡ് ഈ ബിസ്കോഫിന്റെ തന്നെ ബിസ്ക്കറ്റിന്റെ ആ ഒരു ഫ്ലേവർ ഇല്ല, ഒരു ചോക്ലേറ്റിന്റെ ലെയറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ഞാൻ കഴിക്കാൻ പോകുന്നത് റാഫെല്ലോന്റെ ഐസ്ക്രീം ആട്ടോ. എനിക്ക് റാഫെല്ലോ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കഴിച്ച സമയത്ത് എനിക്ക് തോന്നിയത് റാഫെല്ലോന്റെ അതേ ഫ്ലേവറിന്റെ ഉള്ളിൽ നല്ല കോക്കനട്ട് ആ ഒരു ഫ്ലേവർ ഉള്ള നല്ലൊരു ഐസ്ക്രീമും പിന്നെ പുറത്ത് വന്നിട്ട് ചോക്ലേറ്റിന്റെ ആ ലെയർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. റാഫെല്ലോ ചോക്ലേറ്റിന്റെ ആ ലെയർ തന്നെ കൊടുത്തിരിക്കുന്നവർ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ അടുത്ത കഴിക്കാൻ പോകുന്നത് ബൗണ്ടീൻ്റെ ഐസ്ക്രീം ആട്ടോ. അപ്പം ഇത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ബൗണ്ടീൻ്റെ ആ ഒരു ചോക്ലേറ്റിന്റെ ആ ഒരു ഫ്ലേവർ ഒന്നും വന്നിട്ടില്ല, പക്ഷെ ഒരു കോക്കനട്ടി ഫ്ലേവർ ആയിരുന്നു ഐസ്ക്രീമിന്. പക്ഷെ എനിക്ക് ആ ബൗണ്ടി ചോക്ലേറ്റ് കഴിച്ച പോലും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി അടുത്ത ഞാൻ ടേസ്റ്റ് നോക്കാൻ പോകുന്നത് ട്വിക്സിന്റെ ഐസ്ക്രീമാണ്. അപ്പം ഇത് ആ ചോക്ലേറ്റ് കഴിക്കുന്ന ആ ഒരു ഫീൽ കിട്ടിയിട്ടില്ല, പക്ഷെ എന്താ ശരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു കാരമൽ ലെയറുണ്ട്, അതേപോലെ തന്നെ ഐസ്ക്രീമിൽ വന്നിട്ട് ചെറിയൊരു ക്രിസ്പി ബോൾസ് ഒക്കെ ഇട്ടിട്ട് കേട്ടോ. ഇടയ്ക്ക് കടിക്കാൻ കിട്ടും, പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ ഔട്ടർ ലെയർ ഒരു നോർമൽ ഒരു ചോക്ലേറ്റിന്റെ ഒരു ഹാർഡ് ലെയർ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്ത പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് കഴിക്കാൻ പോകുന്നത് മാർസിന്റെ ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ മാർസിന്റെ ഐസ്ക്രീമിലെ ഉള്ളിൽ വന്നിട്ട് ഒരു നോഗ ഫ്ലേവർ ആണ് തോന്നുന്നു. ആ ഒരു ഫ്ലേവറുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ ഉള്ളിൽ ഉണ്ടായിരുന്നത്. നോർമൽ ഔട്ടർ ലെയർ നോർമൽ ഒരു ചോക്ലേറ്റിന്റെ ഒരു ലെയർ ആയിരുന്നു. കുഴപ്പമുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര മധുരമായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് അലിഞ്ഞു പോയായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ ടേസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമായ രണ്ട് ഐസ്ക്രീം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറാറോ റോഷറും പിന്നെ ട്വിക്സിന്റെ ഐസ്ക്രീമും കേട്ടോ. പിന്നെ സ്നിക്കേഴ്സും നല്ല ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇത് മൂന്നാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഫേവറേറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.